പ്രിയ കൂട്ടുകാരെ, PSC വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് 2023 ഡിസംബറുമായി ബന്ധപ്പെട്ട ആനുകാലിക വിവരങ്ങളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2023 ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം ലഭിച്ചവർ ഡാനിയൽ ബാരൻബോയിം, അലി അബു അബ്ബാദ്. ഡാനിയൽ ബാരൻബോയിം, അലി അബു അബ്ബാദിനുമാണ് 2023 ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം ലഭിച്ചത്. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിച്ച് സൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ഡാനിയൽ ബാരൻബോയിം, അലി അബു അബ്ബാദ്. 33ാമത് വ്യാസ് സമ്മാൻ പുരസ്കാരം 2023 ലഭിച്ച പ്രശസ്ത ഹിന്ദി സാഹിത്യകാരിയാണ് പുഷ്പഭാരതി. 33ാമത്തെ വ്യാസ് സമ്മാൻ പുരസ്കാരം 2023 ലഭിച്ച പ്രശസ്ത ഹിന്ദി സാഹിത്യകാരി പുഷ്പഭാരതി. പുഷ്പഭാരതിയുടെ 2016 ഓർമ്മക്കുറിപ്പ് ആയ യാദീൻ യാദീൻ ഓർ യാദീൻ എന്ന കൃതിക്കാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് യാദീൻ യാദീൻ ഓർ യാദീൻ എന്ന് പറയുന്ന പുഷ്പഭാരതിയുടെ 2016 ഓർമ്മക്കുറിപ്പാണ് 33ാമത്തെ വ്യാസ് സമ്മാൻ പുരസ്കാരം 2023 ലഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ട് ബറാക്കുഡ. കൊച്ചി ആസ്ഥാനമായ മറൈൻ ടെക് കമ്പനി നവോൾട്ടാണ് ബോട്ട് നിർമ്മിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ ബോട്ടാണ് ബറാക്കുഡ. കൊച്ചി ആസ്ഥാനമായ മറൈൻ ടെക് കമ്പനി നവോൾട്ടാണ് ബോട്ട് നിർമ്മിച്ചത്. 2023 ഡിസംബറിൽ പ്രാബല്യത്തിൽ വന്ന സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ക്രിക്കറ്റ് എന്ന് പറയുന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്. കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2023 വാക്കായി തിരഞ്ഞെടുത്തത് ഹാലൂസിനേറ്റ് ആണ് കേംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2023 വാക്കായി തിരഞ്ഞെടുത്തത്. സർക്കാർ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഇ ഹെൽത്ത്. സർക്കാർ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളിലെ സേവനങ്ങളെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന പദ്ധതിയാണ് ഇ ഹെൽത്ത്. ഒരു പൗരൻ ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതിയാണ് ഇ ഹെൽത്ത്. ഒരു പൗരൻ ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതിയാണ് ഇ ഹെൽത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസറാണ് ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ. സിയാച്ചിനിലേക്ക് ഓപ്പറേഷൻ പോസ്റ്റിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിയാച്ചിനിൽ ഓപ്പറേഷൻ പോസ്റ്റിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗൾ. ഇത് രണ്ടും തിരിഞ്ഞു പോകല്ലേ. സിയാച്ചിനിലേക്ക് നിയമിക്കപ്പെട്ട ആദ്യ വനിതാ ഓഫീസർ ചോദിച്ചാൽ ക്യാപ്റ്റൻ ശിവ ചൗഹാനും, ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ഗീതിക കൗളും, അതുപോലെ തന്നെ ഓപ്പറേഷൻ പോസ്റ്റിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. 2023 ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്യുന്ന കീഴരിയൂർ ബോംബ് കേസിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകം ഇരുമ്പഴിക്കുള്ളിൽ. 2023 ഡിസംബറിൽ പുനഃപ്രകാശനം ചെയ്യുന്ന കീഴരിയൂർ ബോംബ് കേസിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ഇരുമ്പഴിക്കുള്ളിൽ. രചയിതാവ് VA കേശവൻ നായർ. 2024 ജനുവരി രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് കേരളം. 2024 ജനുവരി രാജ്യാന്തര സ്പോർട്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം കേരളം. 2024 ജനുവരി മുതൽ വിദേശ സഞ്ചാരികൾക്കായി വിസ നിയന്ത്രണം ഒഴിവാക്കുന്ന ആഫ്രിക്കൻ രാജ്യമാണ് കെനിയ. 2023 ഡിസംബറിൽ വിവിധ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ അടുത്തതായി മനസ്സിലാക്കാൻ പോകുന്നത്. ഛത്തീസ്ഗഡിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി വിഷ്ണുദേവ് സായ്. അപ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ആരാണ്? വിഷ്ണുദേവ് സായ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ. ഇത് മൂന്നും ഭരിക്കുന്നത് BJP ഗവൺമെൻറ്റാണ്. 2023 ഡിസംബറിൽ ഛത്തീസ്ഗഡിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി വിഷ്ണുദേവ് സായ്, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ്, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ. തെലങ്കാന മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് രേവന്ത് റെഡ്ഡി. മിസോറാം മുഖ്യമന്ത്രി ലാൽ ഡുഹോമ.
തെലങ്കാന മുഖ്യമന്ത്രിയായി കോൺഗ്രസിൻ്റെ രേവന്ത് റെഡ്ഡി, മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമ. കടൽത്തീരങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യ പഞ്ചായത്താണ് കടലുണ്ടി. കടൽത്തീരങ്ങളുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്ന ഇന്ത്യയിലെ ആദ്യ പഞ്ചായത്ത് കടലുണ്ടി. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ പ്രണബ് മുഖർജിയെക്കുറിച്ച് പ്രണബ് മൈ ഫാദർ എന്ന പുസ്തകം എഴുതിയത് ശർമിഷ്ഠ മുഖർജിയാണ്. അദ്ദേഹത്തിൻ്റെ പുത്രിയായ ശർമിഷ്ഠ മുഖർജിയാണ് പ്രണബ് മൈ ഫാദർ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. ഗൂഗിൾ 2023 ഡിസംബറിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 25 വർഷത്തിനിടെ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ ലോക ക്രിക്കറ്റർ വിരാട് കോഹ്ലി. ലോക മനുഷ്യാവകാശ ദിനം എല്ലാവർക്കും അറിയാം, ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. 2023 ലോക മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? എല്ലാവർക്കും സ്വാതന്ത്ര്യം, തുല്യത, നീതി. എല്ലാവർക്കും സ്വാതന്ത്ര്യം, തുല്യത, നീതി എന്നതായിരുന്നു ഡിസംബർ 10 2023 ലോക മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം. കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്ന ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. കേരളത്തിലെ മൃഗാശുപത്രികളിൽ നടന്ന ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനായി വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ബ്രസൽസ്. ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്രം റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ച തീയതി 2023 ഡിസംബർ 11. നമ്മൾ ഭരണഘടനയിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അല്ലേ? ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ ആയിരുന്നു 370. അത് കേന്ദ്രം റദ്ദാക്കി. ആ തീരുമാനം സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു. 2023 ഡിസംബർ 11 ആ ശരിവെച്ച തീയതി. പ്രസിദ്ധ കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. കൽക്കട്ട രാജ്ഭവനിലാണ് സുഗതവനം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ പ്രസിദ്ധ കവയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി, സുഗതകുമാരി എന്ന് കേൾക്കുമ്പോൾ കേരളം എന്ന് എഴുതരുത്, സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. 2023 ദേശീയ ഊർജ്ജ കാര്യക്ഷമതാ പുരസ്കാരം നേടിയത് കേരളമാണ്. സൈപ്രസിൽ നിന്ന് സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിലാണ്. സൈപ്രസിൽ നിന്ന് സൈബീരിയൻ കടുവകളെ എത്തിച്ച പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഡാർജിലിംഗിലാണ്. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനമാണ് ഡിസംബർ 14. 2023 ഡിസംബറിൽ ഭൗമസൂചിക പദവി അതായത് GI ടാഗ് ലഭിച്ച മേഘാലയയിലെ മഞ്ഞളാണ് ലഗഡോങ്. 2023 ഡിസംബറിൽ GI ടാഗ് ലഭിച്ച മേഘാലയയിലെ മഞ്ഞൾ ലഗഡോങ്. USA, ബ്രിട്ടൻ, കാനഡ, ജപ്പാൻ, ഫ്രാൻസ് അടക്കം 29 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഡൽഹിയാണ്. USA, ബ്രിട്ടൻ, കാനഡ, ജപ്പാൻ, ഫ്രാൻസ് അടക്കം 29 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഡൽഹി. പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് വേദി ന്യൂഡൽഹിയാണ്. ലോകത്തെ ആദ്യമായി നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനായി നിയമം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയനാണ്. ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധിയുടെ AI സാങ്കേതിക വിദ്യയുടെ നിയന്ത്രണത്തിനായി നിയമം കൊണ്ടുവരാനായിട്ട് ഒരുങ്ങുന്നത് യൂറോപ്യൻ യൂണിയനാണ്. മലയാളികളുടെ സ്വന്തം ഫുഡ് ഡെലിവറി ആപ്പ് ലൈലോക്കിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളിയാണ് ജോയ്സ് സെബാസ്റ്റ്യൻ. മലയാളികളുടെ സ്വന്തം ഫുഡ് ഡെലിവറി ആപ്പായ ലൈലോക്കിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളി ജോയ്സ് സെബാസ്റ്റ്യൻ. അന്താരാഷ്ട്ര പർവ്വത ദിനം ഡിസംബർ 11. 2023 അന്താരാഷ്ട്ര പർവ്വത ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? റീസ്റ്റോറിംഗ് മൗണ്ടെയിൻ എക്കോസിസ്റ്റംസ്. പർവ്വതങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് 2023 അന്താരാഷ്ട്ര പർവ്വത ദിനത്തിൻ്റെ പ്രമേയം. ഡിസംബർ 11 പർവ്വത ദിനം. 67 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 7ാമതാണ്. 67 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 7. ബംഗളൂരുവിൽ നടന്ന ലോക ക്ലബ് വോളിബോൾ ടൂർണമെൻറ്റിൽ കിരീടം നേടിയ ഇറ്റാലിയൻ ക്ലബ്ബാണ് സർസിക്കോമ പെറൂജിയ. ബംഗളൂരുവിൽ നടന്ന ലോക ക്ലബ് വോളിബോൾ ടൂർണമെൻറ്റിൽ കിരീടം നേടിയ ഇറ്റാലിയൻ ക്ലബ് സർസിക്കോമ പെറൂജിയ ബ്രസീലിയൻ ക്ലബ്ബായ ഇദാംബെ മിനാസിനെയാണ് പരാജയപ്പെടുത്തിയത്. നവകേരള മിഷന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരളം മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതിയാണ് ഉറവ തേടി. നവകേരള മിഷന്റെ ഭാഗമായി
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ച് ഹരിത കേരളം മിഷൻ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ മാപ്പിംഗ് പദ്ധതി ഉറവ തേടി. അടുത്തിടെ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഇബു. ഇന്ത്യയും വിയറ്റ്നാമും ചേർന്നുള്ള സൈനിക അഭ്യാസം വിൻബാക്സ് 2023യുടെ വേദി ഹാനോയ്. വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹാനോയിയാണ് ഇന്ത്യയും വിയറ്റ്നാമും ചേർന്നുള്ള സൈനിക അഭ്യാസം. അതിൻ്റെ പേരെന്താണ്? വിൻബാക്സ് 2023, വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹാനോയിൽ. അന്താരാഷ്ട്ര ആരോഗ്യ പരിരക്ഷ ദിനം ഡിസംബർ 12. സുരക്ഷിത ഭക്ഷണത്തിനുള്ള ഈറ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച രാജ്യത്തെ 114 റെയിൽവേ സ്റ്റേഷനുകൾ കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. സുരക്ഷിത ഭക്ഷണത്തിനുള്ള ഈറ്റ് റൈറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ച് രാജ്യത്തെ 114 റെയിൽവേ സ്റ്റേഷനുകൾ കൂടുതലുള്ള സംസ്ഥാനം കേരളം. 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. മൂന്നാമത്തെ പി ഗോവിന്ദപിള്ള ദേശീയ പുരസ്കാരം 2023 ലഭിച്ചത് അരുന്ധതി റോയ്ക്ക്. 25 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞ കായിക താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. 2024 അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരം. മൂന്നാമത്തെ പി ഗോവിന്ദപിള്ള ദേശീയ പുരസ്കാരം 2023 ലഭിച്ചത് അരുന്ധതി റോയിക്ക്. 25 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞ കായിക താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തിയത് കടലിനടിയിൽ വെച്ചാണ്. ഈ പുസ്തകം എഴുതിയത് അരുൺ അലോഷ്യസ്. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തിയത് കടലിനടിയിൽ വെച്ചാണ്. ഈ പുസ്തകം എഴുതിയത് അരുൺ അലോഷ്യസ്. 17ാമത് ലോക്സഭയിലെ മികച്ച അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് 2023 അർഹനായത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത, 17ാമത് ലോക്സഭയിലെ മികച്ച അംഗത്തിനുള്ള സൻസദ് മഹാരത്ന അവാർഡ് 2023 അർഹനായത് എൻ കെ പ്രേമചന്ദ്രന് ഇത് 3ാം തവണയാണ് പുരസ്കാരം ലഭിക്കുന്നത്. കൊല്ലത്ത് നിന്നുള്ള MP ആണ്. അപ്പോൾ സൻസദ് മഹാരത്ന അവാർഡാണ് ലോക്സഭയിലെ മികച്ച അംഗത്തിന് നൽകുന്നത്. 2023 ലഭിച്ചത് NK പ്രേമചന്ദ്രൻ. US ആസ്ഥാനമായ മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേയിൽ സ്വന്തം രാജ്യത്ത് ജനപ്രീതിയിൽ 1ാം സ്ഥാനത്തെത്തിയ ലോക നേതാവാണ് നരേന്ദ്രമോദി. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പുതിയതും സമഗ്രവുമായ നിയമവുമാണ് കേരള പൊതുജനാരോഗ്യ നിയമം 2023. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പുതിയതും സമഗ്രവുമായ നിയമമാണ് കേരള പൊതുജനാരോഗ്യ നിയമം 2023. രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായി സ്ത്രീലിംഗത്തിൽ എഴുതിയ ആദ്യ നിയമമാണ് പൊതുജനാരോഗ്യ നിയമം 2023. 2023 ഡിസംബറിൽ അന്തരിച്ച CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ കാനം രാജേന്ദ്രൻ. 2023 ഡിസംബറിൽ മുംബൈയിൽ നടന്ന ലേലത്തിൽ വിൽക്കപ്പെട്ട രവിവർമ്മയുടെ ചിത്രങ്ങൾ കൃഷ്ണനും രുക്മിണിയും, ദത്തത്രേയ, രാമനും സീതയും, ലക്ഷ്മണനും, സരയൂ നദി കടക്കുന്നു. കണ്ണൂർ സെൻട്രൽ ജയിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിയായ സമന്വയയ്ക്ക് തുടക്കം കുറിച്ച സർവകലാശാല ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല. അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലം. ആഗോള ധനകാര്യ പ്രസിദ്ധീകരണമായ ഫിനാൻഷ്യൽ ടൈംസിൻ്റെ ഭാഗമായ ദി ബാങ്കർ നൽകുന്ന ബാങ്ക് ഓഫ് ദി ഇയർ അവാർഡ് 2023 ലഭിച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബാങ്കായി മാറിയത് ഫെഡറൽ ബാങ്കാണ്. ആഗോള ധനകാര്യ പ്രസിദ്ധീകരണമായ ഫിനാൻഷ്യൽ ടൈംസിൻ്റെ ഭാഗമായ ദ ബാങ്കർ നൽകുന്ന ബാങ്ക് ഓഫ് ദി ഇയർ അവാർഡ് 2023 ലഭിച്ചത് ഫെഡറൽ ബാങ്കിനാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കുട്ടികളുടെ വിഭാഗമായ യുണിസെഫിൻ്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക വിദ്യാർത്ഥി S. ഉമയാണ്. നമുക്കറിയാം യുണിസെഫിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്ക്. ഐക്യരാഷ്ട്ര സംഘടനയുടെ കുട്ടികളുടെ വിഭാഗമായ യുണിസെഫിൻ്റെ യൂത്ത് കണ്ടന്റ് ക്രിയേറ്ററായി കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക വിദ്യാർത്ഥിയാണ് S. ഉമ. അടുത്ത ക്വസ്റ്റ്യൻ, മികച്ച സ്പോർട്സ് ലീഡറിനുള്ള സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് ജയ്ഷായ്ക്കാണ്. മികച്ച സ്പോർട്സ് ലീഡറിനുള്ള സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദി അവാർഡ് ലഭിച്ചത് ജയ്ഷാ. അടുത്ത ക്വസ്റ്റ്യൻ, PV സ്വാമിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ പുരസ്കാരത്തിന് അർഹനായ മലയാള സിനിമാ താരം മോഹൻലാൽ. PV സ്വാമിയുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ പുരസ്കാരത്തിന് അർഹനായ മലയാള താരമാണ് മോഹൻലാൽ. 2023 ഇറ്റലിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ചലച്ചിത്ര നടൻ കബീർ ബേദി.
28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം IFFK സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ജേതാവായ കെനിയൻ സംവിധായകൻ വനൂരി കഹിയോ. IFFK നടത്തുന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവം IFFK സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് ജേതാവായ കെനിയൻ സംവിധായകനാണ് വനൂരി കഹിയോ. 2023 ഡിസംബറിൽ സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യുന്ന ബിൽ പാസാക്കിയ നിയമസഭയാണ് ജമ്മുകാശ്മീർ നിയമസഭ. ജമ്മുകാശ്മീരിലെ യൂത്ത് വോട്ടർ അവയർനെസ് അംബാസഡറായി അടുത്തിടെ നിയമിക്കപ്പെട്ട മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റെയ്ന. വികസനത്തിൻ്റെ ഭാഗമായി സമഗ്ര ആസൂത്രണത്തിന് ജില്ലയുടെ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ സംയുക്തമായി നടത്തുന്ന വിവരസഞ്ചയിക പദ്ധതി നടപ്പിലാക്കുന്ന ജില്ലയാണ് കണ്ണൂർ. നിർമ്മിത ബുദ്ധിയുടെ നിയന്ത്രണത്തിനായി നിയമം കൊണ്ടുവരുന്ന നമ്മൾ മനസ്സിലാക്കി 2025 മുമ്പാണ് ഈ നിയമം നിലവിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് യൂറോപ്യൻ യൂണിയനാണ് നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. 75ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി അമൃത് കാൽ 2047 മിഷൻ്റെ ഭാഗമായ തുറമുഖം 2047 മിഷൻ്റെ ഭാഗമായ തുറമുഖമാണ് വിഴിഞ്ഞം. ചീറ്റ ബ്രീഡിംഗ് സെൻറ്റർ സ്ഥാപിക്കുന്ന ബന്നി പുൽമേടുകൾ സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്താണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മസ്റ്ററിങ്ങിലൂടെ സേവനം പരിഗണിച്ച് 2023 നാഷണൽ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതിയാണ് അക്ഷയ. ജനങ്ങൾക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു പരാതി നൽകാൻ പ്രജാ ദർബാർ എന്ന പേരിൽ ജനസമ്പർക്ക പരിപാടി ആരംഭിച്ച സംസ്ഥാനം പ്രജാ ദർബാർ തെലങ്കാന. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. വനിതാ IPLൽ WPL മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയ മലയാളി താരമാണ് സജ്ന സജീവ്. രാജ്യത്തെ സ്ത്രീകളുടെ നേതൃത്വ പാഠവും വർദ്ധിപ്പിക്കാൻ അക്ഷയ മാതൃകയിൽ ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന സംവിധാനമാണ് കോമൺ സർവീസ് സെൻറ്റർ. ലോകത്തെ ശക്തരായ വനിതകളുടെ ഫോബ്സ് പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം പിടിച്ചവരുടെ എണ്ണം 4. എത്ര പേരാണ് ഇടം പിടിച്ചത്? 4. ഒന്ന് കേന്ദ്രമന്ത്രിയായ നിർമ്മല സീതാരാമൻ, HCL കോർപ്പറേഷൻ CEO റോഷ്നി നഡാർ മൽഹോത്ര, സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ സോമ മണ്ഡൽ, ബയോകോൺ സ്ഥാപക കിരൺ മഞ്ജുദാർ ഷാ. IPL ടീം പഞ്ചാബ് കിങ്സിൻ ക്രിക്കറ്റ് ഡെവലപ്മെൻറ്റ് തലവനായി നിയമിതനായ മുൻ ഇന്ത്യൻ താരമാണ് സഞ്ജയ് ബംഗാർ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ IMAയുടെ 98ാമത് ദേശീയ മീറ്റ് തരംഗ് എന്നാണ് അറിയപ്പെടുന്നത്. വേദി തിരുവനന്തപുരത്തെ കോവളം. ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം പുറത്തിറക്കിയ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം GIS ആപ്ലിക്കേഷനാണ് ഗ്രാം മൺചിത്ര. അടുത്തിടെ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഗുജറാത്തിലെ പ്രസിദ്ധമായ നൃത്തരൂപമാണ് ഗർഭ നൃത്തം. അടുത്തിടെ അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് നമ്മൾ മനസ്സിലാക്കിയാണ് CPIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാനം രാജേന്ദ്രൻ. 28ാമത്തെ UN ആഗോള കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ദുബായ്. 2025 UN ആഗോള കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ബ്രസീൽ. ടൈം വാരികയുടെ 2023 വ്യക്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട US പോപ്പ് ഗായിക ടൈലർ സ്വിഫ്റ്റ്. ഈ പട്ടികയിൽ ഇടം നേടുന്ന വിനോദ രംഗത്തെ ആദ്യ വ്യക്തിയാണ് ടൈലർ സ്വിഫ്റ്റ്. കണ്ണൂർ സർവകലാശാല പുതിയ വൈസ് ചാൻസലറായി നിയമിതനായത് S ബിജോയ് നന്ദൻ. അടുത്തിടെ അന്തരിച്ച പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും അധ്യാപകനുമായ വ്യക്തി ഡോക്ടർ എം കുഞ്ഞാമൻ്റെ ഇതായിരിക്കും മിക്കപ്പോഴും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഡോക്ടർ എം കുഞ്ഞാമൻ്റെ ആത്മകഥയാണ് എതിര്. 54ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ പേർഷ്യൻ ചിത്രം എൻഡസ് ബോർഡേഴ്സ് ആണ് 54ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം നേടിയ പേർഷ്യൻ ചിത്രം. അതിൻ്റെ സംവിധായകൻ അബ്ബാസ് അമ്നിയാണ്. 28ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൻ്റെ മുഖ്യ അതിഥി നാനാ പടേക്കർ ആയിരുന്നു. 2023 ഡിസംബറിൽ ലോകത്തെ ഏറ്റവും ആകർഷണീയമായ 24 ടെക് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരം തിരുവനന്തപുരം. ഇതിൻ്റെ സർവേ നടത്തിയത് നെതർലാൻഡ് ആസ്ഥാനമായിട്ടുള്ള കൺസൾട്ടിംഗ് സ്ഥാപനമായ BCI ഗ്ലോബൽ. കൊൽക്കത്തയാണ് പട്ടികയിൽ ഇടം നേടിയ മറ്റൊരു നഗരം. 54ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സത്യജിത്ത് ലൈഫ് ടൈം പുരസ്കാരം നേടിയ സംവിധായകൻ മൈക്കൽ ഡഗ്ലസ്.
കാലുകൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിക്കുന്ന ഏഷ്യയിലെ ആദ്യത്തെ വനിതയാണ് ജിലുമോൾ. ഇടുക്കിയിൽ നിന്നുള്ള ജിലുമോൾ. 2023 അണ്ടർ-17 ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ജർമ്മനി. ഓർത്തുവെച്ചുകൊള്ളുക. 2023 അണ്ടർ-17 ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ ജർമ്മനിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗകയാണ് ക്ലാസിക് ഇംപീരിയൽ. കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര യാത്രാ നൗക ക്ലാസിക് ഇംപീരിയൽ. റെയിൽ പാളങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ റെയിൽവേ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതികവിദ്യ ഏതാണ്? ഗജരാജ സുരക്ഷാ പദ്ധതി. തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതികവിദ്യ ഗജരാജ സുരക്ഷാ പദ്ധതി. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വീട്ടിലെത്തിക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് മാതൃയാനം. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വീട്ടിലെത്തിക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി മാതൃയാനം. ഫോബ്സ് മാസികയുടെ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളുടെ പട്ടികയിൽ 2023 ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഉർസുല വോൺ ഡെർ ലെയ്ൻ. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായ ഉർസുല വോൺ ഡെർ ലെയ്നാണ് ഫോബ്സ് മാസികയുടെ പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളിൽ ഒന്നാം സ്ഥാനം 2023 കരസ്ഥമാക്കിയത്. 2025 സംസ്ഥാനത്തെ HIV വിമുക്തമാക്കുന്നതിനുള്ള ആരോഗ്യവകുപ്പിൻ്റെ ക്യാമ്പയിനായി 1-0. അപ്പോൾ 2025 കേരള സംസ്ഥാനത്തെ HIV വിമുക്തമാക്കുന്നതിനുള്ള ആരോഗ്യവകുപ്പിൻ്റെ ക്യാമ്പയിനാണ് 1-0. 2023 ഡിസംബറിൽ സ്ഫോടനമുണ്ടായ സജീവ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നായ മൗണ്ട് മറാപ്പി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. 2025 G20 ഉച്ചകോടിയുടെ അധ്യക്ഷ സ്ഥാനം 2024 G20 ഉച്ചകോടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത രാജ്യം ബ്രസീലാണ്. ലോകത്തിലെ ആദ്യ തദ്ദേശീയമായി നിർമ്മിച്ച പോർട്ടബിൾ ആശുപത്രി നിലവിൽ വന്നത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. ലോകത്തിലെ ആദ്യ തദ്ദേശീയമായി നിർമ്മിച്ച പോർട്ടബിൾ ആശുപത്രി നിലവിൽ വന്നത് എവിടെയാണ്? ഹരിയാനയിലെ ഗുരുഗ്രാം. ആശുപത്രിയുടെ പേരാണ് ആരോഗ്യ മൈത്രി ഐ ട്യൂബ്. 2023 ടൈം മാസികയുടെ അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി. ഓർത്തുവെക്കുക. 2023 ടൈം മാസികയുടെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് അർജന്റീനൻ താരം ലയണൽ മെസ്സി. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ്റെ അവാർഡ് നേടിയ കായിക താരം ലോങ് ജമ്പ് താരമായ ഒളിമ്പ്യൻ എം ശ്രീശങ്കറാണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 35ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ്റെ അവാർഡ് നേടിയ കായിക താരം ഒളിമ്പ്യൻ എം ശ്രീശങ്കർ. അദ്ദേഹത്തിൻ്റെ ഇനം ലോങ് ജമ്പ്. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചും കബളിപ്പിച്ചും സേവനങ്ങളും ഉത്പന്നങ്ങളും വിൽക്കുന്ന രീതിയെ അറിയപ്പെടുന്നത് ഡാർക്ക് പാർട്ട്. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചും കബളിപ്പിച്ചും സേവനങ്ങളും ഉത്പന്നങ്ങളും വിൽക്കുന്ന രീതിയാണ് ഡാർക്ക് പാർട്ട്. 2024 48ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി അമേരിക്കയാണ്. 2021 ജേതാക്കൾ അർജന്റീനയാണ്. 2024 48ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വേദി അമേരിക്ക. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഡിസംബർ 2. 2023 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിന് വേദി തിരുവനന്തപുരം. ടി പത്മനാഭൻ്റെയും ജീവിതവും സാഹിത്യവും പ്രമേയമാക്കുന്ന ചലച്ചിത്രമാണ് നളിനകാന്തി. സംവിധായകൻ സുസ്മേഷ് ചന്ദ്രോത്താണ്. ടി പത്മനാഭൻ്റെ ജീവിതവും സാഹിത്യവും പ്രമേയമാക്കുന്ന ചലച്ചിത്രമാണ് നളിനകാന്തി. 28ാമത്തെ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രം ഗുഡ് ബൈ ജൂലിയ. 2023 ഡിസംബറിലെ ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയാണ്. കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന കുട്ടികൾക്ക് തുടർച്ചയായി പഠനത്തിനായി കേരള പോലീസിൻ്റെയും സാക്ഷരതാ മിഷൻ്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഹോപ്പ്. ഈ പദ്ധതി ആരംഭിച്ചത് 2017 കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന കുട്ടികൾക്ക് തുടർ പഠനത്തിനായി കേരള പോലീസിൻ്റെയും സാക്ഷരതാ മിഷൻ്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി. കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസിക കർഷക തൊഴിലാളിയുടെ പ്രഥമ കേരള പുരസ്കാരം നേടിയ മുൻ മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള പോർട്ടൽ ആണ് K-സ്മാർട്ട്. K-സ്മാർട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കിടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള പോർട്ടൽ. ഇത് IKM ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. സ്വവർഗ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ ദക്ഷിണേഷ്യൻ രാജ്യമാണ് നേപ്പാൾ. സ്വവർഗ വിവാഹം
രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ ദക്ഷിണേഷ്യൻ രാജ്യം നേപ്പാൾ. ഇന്ത്യ US സംയുക്ത അഭ്യാസമാണ് വജ്രപ്രഹാർ. ഇന്ത്യ US സംയുക്ത അഭ്യാസം വജ്രപ്രഹാർ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധസ്ഥലമായ സിയാച്ചിനിൽ നിയമിതയായ ആദ്യ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ക്യാപ്റ്റൻ ഗീതിക കൗള്. അതേപോലെ തന്നെ ഈ സിയാച്ചിനിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ സൈനിക ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാൻ. ഇത് മനസ്സിലാക്കിയതാണ്. ഗൂഗിൾ പുതുതായി ആരംഭിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യയാണ് ജെമിനി. ലോക ഭിന്നശേഷി ദിനം ഡിസംബർ 3. 2023 ലോക ഭിന്നശേഷി ദിനത്തിൻ്റെ സന്ദേശം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഐക്യം ഉണ്ടായിരിക്കും. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയാണ് ദ അപ്രൻറ്റീസ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമ ദ അപ്രൻറ്റീസ്. 2030 വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്ന രാജ്യം സൗദി അറേബ്യയിലെ റിയാദാണ്. സൗദി അറേബ്യയാണ്, അവിടുത്തെ റിയാദിലാണ് വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്നത്. 2025 വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്നത് ഒസാക്കയാണ്. ജപ്പാനിലെ ഒസാക്കയാണ് 2025 വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്നത്. സർക്കാർ സ്കൂളുകളിലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് കേരളം. അതിൽ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. സർക്കാർ സ്കൂളുകളിലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം കേരളം, രണ്ടാം സ്ഥാനത്ത് ഗുജറാത്ത്, മൂന്നാം സ്ഥാനത്ത് രാജസ്ഥാൻ. ജമ്മു കാശ്മീരിലെ നമ്മളത് മനസ്സിലാക്കിയതാണ്. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കപ്പലാണ് മേഫ്ലവർ. മേഫ്ലവർ 400 ആണ് ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കപ്പൽ. ഈ മേഫ്ലവർ എന്ന് പറയുന്ന കപ്പലൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ വടക്കേ അമേരിക്കയിൽ കൊളംബസ് എത്തുന്ന സമയത്ത്, അതായത് തീർത്ഥാടക പിതാക്കൾ എത്തുന്ന ആ കപ്പലിൻ്റെ പേരും എന്താണ്? മേഫ്ലവർ എന്നാണ്. ലോകത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കപ്പലാണ് മേഫ്ലവർ 400. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ പുതിയ ലോഗോയിൽ ദേശീയ ചിഹ്നമായ അശോക സ്തംഭത്തിന് പകരം ഇടം പിടിച്ച ചിത്രമാണ് ധന്വന്തരിയുടെ ചിത്രം. വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷിയുടെ ജീൻ എഡിറ്റിങ്ങിലൂടെ പുനഃസൃഷ്ടിക്കാൻ ഒരുങ്ങുന്ന രാജ്യം മൗറീഷ്യസ്. ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിലാദ്യമായി യുദ്ധക്കപ്പലിൻ്റെ വനിതാ കമാൻഡിംഗ് ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലഫ്റ്റനൻറ്റ് കമാൻഡർ പ്രേരണ ദിയോസ്ലിയാണ് മുംബൈയിൽ നിന്ന്. ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്കാണ് BR അംബേദ്കർ പ്രജാഭവൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? തെലങ്കാന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക്. കേന്ദ്ര ജലശക്തി മന്ത്രാലയം 2023 പുറത്തിറക്കിയ ഇന്ത്യയിലെ 75 ജലപൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ക്ഷേത്രക്കുളമാണ് പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രക്കുളം, കണ്ണൂർ. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവലിയർ ലീജിയൻ ദ ഹോണർ പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ VR ലളിതാംബിക. ഷെവലിയൻ ലീജിയൻ ദ ഹോണർ, ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം 2023 ഒന്നാം സ്ഥാനം നേടിയ ജില്ല മലപ്പുറം, വേദി തിരുവനന്തപുരമാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് OUP 2023 വാക്കായി തിരഞ്ഞെടുത്തത് റിസ് ആണ്. ലോക മണ്ണ് ദിനം ഡിസംബർ 5, ലോക ഭിന്നശേഷി ദിനം ഡിസംബർ 3. നേരത്തെ മനസ്സിലാക്കിയതാണ്. അതിൻ്റെ സന്ദേശവും നമ്മൾ മനസ്സിലാക്കിയതാണ്. ലോക എയ്ഡ്സ് ദിനം എന്നാണ് ഡിസംബർ 1. അപ്പോൾ ലോക ഭിന്നശേഷി ദിനം ഡിസംബർ 3, ലോക മണ്ണ് ദിനം ഡിസംബർ 5. ലോക ഭിന്നശേഷി ദിനത്തിൻ്റെ സന്ദേശം നമ്മൾ മനസ്സിലാക്കി. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഐക്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഭിന്നശേഷിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഭിന്നശേഷി ദിനത്തിൻ്റെ സന്ദേശം. ഡിസംബർ 3 ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടുന്നതിൽ എല്ലാവരും ഐക്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഡിസംബർ 2023 കറണ്ട് അഫേഴ്സ് ആണ്. എല്ലാവർക്കും ഈ ടോപ്പിക്ക് അല്ലെങ്കിൽ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മനസ്സിലായെന്ന് കരുതുന്നു. PSC വിന്നർ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു. പ്രിയ കൂട്ടുകാരെ, PSC വിന്നർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് 2023 ഡിസംബറുമായി ബന്ധപ്പെട്ട ആനുകാലിക വിവരങ്ങൾ.